അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും രാവിലെയോ വൈകിട്ടോ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരും അല്ലേ. അപ്പോൾ അതിന് എന്താ ചെയ്യുക, എങ്ങനെയാണ് അത് കഴിക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആകെ വിഷമിച്ച് നിൽക്കും. പക്ഷേ അങ്ങനെ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്സോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട് എനിക്കിപ്പോൾ ചപ്പാത്തിയുടെ പീസസ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതാ വലിയ ഉള്ളിയാണ്, വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ കുറച്ചധികം എടുത്തോളൂ. ഇത് ഒരു സവോള മുഴുവനായിട്ടുണ്ട് കേട്ടോ, ഒരു ഇടത്തരം വലുപ്പമുള്ള സവോള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക നിങ്ങൾ. കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിന് മാത്രം വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഇതാ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. ഇനി ഇതാ നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് നടുവിലായിട്ട് നമുക്ക് ഒരു കോഴിമുട്ട, 1 2 കോഴിമുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇനി ഇതാ അതിലേക്ക് നമ്മുടെ ചപ്പാത്തി പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കറക്റ്റായിരിക്കും. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിതാ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആക്കാം. ഇപ്പോൾ നൈറ്റൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നമുക്ക് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ ചപ്പാത്തിയാണ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സായിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.